ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. വിശുദ്ധ മത്തായി അറിയിച്ച സുവിശേഷം 15-ാം അധ്യായം 8-ാം വാക്യം. ഈ ജനം അധരം കൊണ്ട് എന്നെ ബഹുമാനിക്കുന്നു, എന്നാൽ അവരുടെ ഹൃദയം എന്നിൽ നിന്ന് വളരെ അകലെയാണ്. വേദനയോടുകൂടി ഈശോ ഒരു സത്യം നമ്മളോട് പറഞ്ഞു തരിക. നമ്മളൊക്കെ അധരം കൊണ്ട് ദൈവത്തെ ഇഷ്ടംപോലെ സ്തുതിക്കുന്നുണ്ട്, പ്രാർത്ഥിക്കുന്നുണ്ട്. പക്ഷേ പലപ്പോഴും നമ്മുടെ ഹൃദയം ദൈവത്തിൽ നിന്ന് അകലെയാണ് എന്നുള്ള സത്യം അത് ഈശോ നമ്മളെ ഒന്ന് ഓർമ്മിപ്പിക്കുകയാണ്. കറക്റ്റ് കാര്യം ഈശോ പറയുന്നത് അല്ലേ. നമുക്ക് ഇഷ്ടംപോലെ പ്രാർത്ഥിക്കുന്നുണ്ട്, എന്നാൽ ഹൃദയം കൊണ്ട് പ്രാർത്ഥിക്കാനായിട്ട് എനിക്ക് സാധിക്കുന്നില്ല. പ്രാർത്ഥനയുടെ സമയത്ത് ശ്രദ്ധ പോലും ഇല്ലാത്ത വ്യക്തികളായിട്ടൊന്ന് മാറാറുണ്ടല്ലേ. അധര വ്യായാമം നടത്തുന്ന വ്യക്തികൾ, ഈശോയ്ക്ക് ഇത് ഇഷ്ടമില്ല. കൃത്യമായിട്ട് ഈശോ പറയും, അങ്ങനെ നീ പ്രാർത്ഥിക്കണ്ട. അങ്ങനെ നീ പ്രാർത്ഥിച്ചാൽ നിന്റെ ജീവിതത്തിൽ ഒരിക്കലും ഒരു പ്രയോജനവും ലഭിക്കില്ല. നീ എത്ര സമയം ദൈവസന്നിധിയിൽ ഇരുന്ന് പ്രാർത്ഥിച്ചു എന്നല്ല നിന്റെ ദൈവം നോക്കുന്നത്, മറിച്ച് നീ എത്ര നേരം ഹൃദയം കൊണ്ട് പ്രാർത്ഥിക്കാനായിട്ട് നിനക്ക് സാധിച്ചു എന്നുള്ളതാ. 5 മിനിറ്റെങ്കിലും സമാധാനത്തോടുകൂടി ശാന്തമായിട്ട് ദൈവസന്നിധിയിൽ ഇരുന്ന് ഞാൻ പ്രാർത്ഥിക്കുമ്പോൾ ഒരു ദിവസം മുഴുവൻ അധര വ്യായാമം നടത്തുന്നതിനേക്കാൾ വിലപ്പെട്ടതായിട്ട് അത് മാറുകയാണ്. പലപ്പോഴും നമ്മുടെയൊക്കെ ജീവിതത്തിൽ ഇന്ന് സാധിക്കാതെ പോകുന്നതും ഇത് തന്നെയാ. ഹൃദയമില്ല, ശാന്തമായിട്ട് സ്വസ്ഥമായിട്ടിരുന്ന് പ്രാർത്ഥിക്കാനായിട്ട് നമുക്ക് പറ്റുന്നില്ല. ഇഷ്ടംപോലെ സമയം ദൈവസന്നിധിയിൽ ഇരിക്കുന്നുണ്ട്, പ്രാർത്ഥിക്കുന്നുണ്ട്, ചൊല്ലിക്കൂട്ടുന്നുണ്ട്, പക്ഷേ ഇതൊന്നും ആത്മാർത്ഥതയില്ലാത്തതായിട്ട് മാറുകയാണ്. സ്നേഹമുള്ളവരെ, ഈശോ നമ്മളോട് പറയുന്നത്, അങ്ങനെ പ്രാർത്ഥിക്കുന്നതിനേക്കാൾ നല്ലത് നീ പ്രാർത്ഥിക്കാതിരിക്കുന്നതാ. എന്തിനാ നീ ചുമ്മാതെ ഇങ്ങനെ അധര വ്യായാമം നടത്തുന്നത്? മറിച്ച് നീ പ്രാർത്ഥിക്കുമ്പോൾ എങ്ങനെ പ്രാർത്ഥിക്കണം? ഹൃദയം കൊണ്ട് പ്രാർത്ഥിക്കണം. ശാന്തമായിട്ട് ദൈവസന്നിധിയിലിരുന്ന് പ്രാർത്ഥിക്കാനായിട്ട് നിനക്ക് സാധിക്കണം. നീ പ്രാർത്ഥിക്കുമ്പോൾ നിന്റെ ഹൃദയം ദൈവത്തോട് ചേർന്നിരിക്കണം. എന്നാൽ മാത്രമേ നിന്റെ ജീവിതത്തിൽ നീ പ്രാർത്ഥിക്കുന്നതിന് ഫലമുണ്ടാവത്തുള്ളൂ. ആ പ്രാർത്ഥനയാണ് ദൈവം കേൾക്കുന്നത്. സ്നേഹമുള്ളവരെ, നമ്മളൊക്കെ ഇഷ്ടംപോലെ പ്രാർത്ഥനകൾ ചൊല്ലുന്നുണ്ട്. എങ്ങനെയാണ് ഞാൻ പ്രാർത്ഥന ചൊല്ലുന്നത്? പലപ്പോഴും ഞാൻ പ്രാർത്ഥിക്കാനായിട്ട് ഇരിക്കുമ്പോൾ, അല്ലെ വിശുദ്ധ കുർബാനയിൽ പങ്കെടുക്കുമ്പോൾ, കൂദാശകൾ പരികർമ്മം ചെയ്യുമ്പോൾ, അവിടെയൊക്കെ എൻ്റെ ജീവിതത്തിൽ എനിക്ക് ഹൃദയം കൊണ്ട് പ്രാർത്ഥിക്കാനായിട്ട് പറ്റുന്നുണ്ടോ? ശാന്തമായിട്ട് ദൈവസന്നിധിയിൽ ഇരിക്കാനായിട്ട് പറ്റുന്നുണ്ടോ? അല്ലാതെ അധര വ്യായാമം ചെയ്യുന്ന ഒരു വ്യക്തിയാണോ ഞാൻ? ആണെങ്കിൽ നമുക്ക് അധര വ്യായാമം നിർത്താം. പ്രാർത്ഥിക്കുമ്പോൾ അത് എത്ര നേരം പ്രാർത്ഥിച്ചു എന്ന് നോക്കാതെ ശാന്തമായിട്ട് ദൈവസന്നിധിയിൽ ഇരിക്കുവാനായിട്ട്, നമ്മുടെ ഹൃദയം ദൈവത്തോട് ചേർത്ത് വയ്ക്കുവാനായിട്ട്, ദൈവത്തോട് ചേർന്നിരുന്നുകൊണ്ട് സമാധാനത്തോടുകൂടി സന്തോഷത്തോടുകൂടി പ്രാർത്ഥിക്കുവാനായിട്ട്, അങ്ങനെ ദൈവത്തിൽ നിന്ന് അനുഗ്രഹം നേടിയെടുക്കാനായിട്ട് നമുക്ക് ഓരോരുത്തർക്കും ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കാൻ പരിശ്രമിക്കാം. ദൈവം നമ്മളെല്ലാവരെയും സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ. ആമേൻ.